ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു എക്സാമിന് പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യണം, ദെൻ ഈ പറയാൻ പോകുന്ന 4 ട്രിക്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഒരുപാട് പേര് ഒരു പേപ്പറിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും സപ്ലി എഴുതി വീണ്ടും എക്സാം എഴുതിയതിനു ശേഷം എന്നെ അടുത്ത് പറയാറുണ്ട് ഒരു വരവ് കൂടി വരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം പലപ്പോഴും കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് എക്സാം പ്രസന്റേഷൻ സ്കില്ല് ഇല്ലാത്തത് കൊണ്ടാണ്. സോ 4 സിമ്പിൾ ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം വർഷങ്ങൾ 10-15 വർഷം പേപ്പർ വാല്യുവേഷന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും ദെൻ ഒരു 6-7 ഡിഗ്രി ഒക്കെ എടുത്തതിൻ്റെയും ബേസിലാണ്, ഒരുപാട് എക്സാംസ് എഴുതിയതിന്റെ ബേസിൽ കൂടിയാണ് ഞാൻ ഈ 4 ട്രിക്സ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. സോ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് അവര് ഒന്നെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ക്യാമ്പിലായിരിക്കും ഈ വാല്യുവേഷൻ നടത്തുക. അവർക്കൊരു ദിവസം ഒരു 25 പേപ്പർ അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറ്. ചിലപ്പോൾ ഹോം വാല്യുവേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ടീച്ചറുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, എത്രയും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പേപ്പേഴ്സ് വാല്യൂ ചെയ്ത് അവസാനിപ്പിക്കണം. മനുഷ്യന്മാരാണ് ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രസന്റേഷൻ. ദെൻ എല്ലാ ടീച്ചേഴ്സും അതുകൊണ്ട് തന്നെ ഏതൊരു പേപ്പർ കയ്യിൽ കിട്ടിയാലും അതിൽ ആദ്യത്തെ ഒരു 2 പേജാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ മാർക്സിനെ നിർണ്ണയിക്കുന്നത് ഫസ്റ്റ് 2 പേജുകളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അതിലിപ്പോൾ ഒരു 3 സെക്ഷൻ ഉണ്ടെങ്കിൽ ആ 3 സെക്ഷനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളുള്ള സെക്ഷൻ ഏതാണെങ്കിൽ ആ ചോദ്യങ്ങൾ ആ സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. ഇപ്പോൾ 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ആദ്യം വരുന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതി തുടങ്ങണമെന്നില്ല. നോക്കുമ്പോൾ 15 ചോദ്യങ്ങൾ 2 മാർക്സിന്റെ ഉള്ളതിൽ ആ കൂടിയിട്ട് 4-5 അറിയണല്ലോ. നേരെ മറിച്ച് എസ് നോക്കണ സമയത്ത് 2 എസ് അറിയാം, അല്ലെങ്കിൽ പാർട്ട് ബി നോക്കണ സമയത്ത് അതിലെ മെജോറിറ്റി ചോദ്യങ്ങൾ അറിയാം. അപ്പൊ അറിയുന്ന പാർട്ട് ആ പാർട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അറിയുന്നത് ഓരോ പാർട്ടിലും ഓരോ ചോദ്യങ്ങളുള്ളതെന്ന് വെച്ചിട്ട് പാർട്ട് എയിലത്തെ ഒരു 2 ചോദ്യം എഴുതുന്നു, പാർട്ട് ബിയിലെ ഒരു ചോദ്യം എഴുതുന്നു, പിന്നെ പാർട്ട് സിയിൽ അങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതും പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആക്കുക, അത്രത്തോളം നിങ്ങളുടെ മാർക്സ് അവിടെ കൂടുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. ഏതൊരു എക്സാമിന് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏത് പാർട്ടിലാണ് അറിയാമെങ്കിൽ ആ പാർട്ട് വെച്ച് ആരംഭിക്കുക. ദെൻ ഫസ്റ്റ് 2 പേജസ് ഏറ്റവും നല്ല രീതിയിൽ എപ്പോഴും എഴുതാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണോ അവർ നോക്കുന്നത് എങ്കിൽ ആ സബ്ജക്റ്റിലെ ഫുൾ കാര്യങ്ങൾ അറിയണമെന്നില്ല. ടാക്സ് പേപ്പർ നോക്കുന്ന, ഇപ്പൊ ഇൻകം ടാക്സിന്റെ ഒരു പേപ്പർ ഒരു ടീച്ചർ നോക്കുന്ന സമയത്ത് ആ ടീച്ചർ ചിലപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്നതാവണമെന്നില്ല. ടീച്ചർ ചിലപ്പോൾ മാനേജ്മെന്റ് പേപ്പറോ തിയറി പേപ്പർ മാത്രം എടുക്കുന്ന ടീച്ചറായിരിക്കും. എന്ന് വെച്ചിട്ട് സബ്ജക്ട് നോളജ് ഇല്ല എന്നല്ല, ബട്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ പ്രോബ്ലം പേപ്പർ എടുക്കാത്ത ടീച്ചറായിരിക്കും. സോ ടീച്ചറുടെ മുമ്പിൽ ഒരു സ്കീമുണ്ട്, ആ സ്കീം വെച്ചിട്ട് മാത്രമാണ് ടീച്ചർ എന്ത് ചെയ്യുക, ടിക്കറ്റ് പോവുക. 2 മാർക്സിന്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, 5 മാർക്കിന്റെ ഒന്നും സ്കീം എന്ന് പറയുന്നത് ആ കൂടി 2 പേജാ. 2 മാർക്സിന്റെ സ്കീമിൽ ആ കൂടിയിട്ട് ഒരു വേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സെന്റൻസ്. മനസ്സിലാക്കണം നിങ്ങൾ. അതുപോലെ തന്നെ 5 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു 2-3 വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് മാത്രമേ അതിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവുള്ളൂ. എസ് ഒന്നും 2 പുറത്തിലുള്ള എസ്സേക്കൊക്കെ ആ കൂടിയിട്ട് 3-4-5 കീ വേർഡ്സ് മാത്രമാണ് അതിൽ കാണുള്ളൂ. അപ്പൊ ഈ ടീച്ചേഴ്സ് തിയറി പാർട്ടാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ ഈ കീവേഡ്സ് ആണ് പലപ്പോഴും എന്ത് ചെയ്യുക നോക്കുക. അതല്ലാണ്ട് ഈ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വായിച്ചു നോക്കില്ല, അവർക്ക് അതിനുള്ള സമയവും ഇല്ല. അപ്പോൾ ദെൻ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ടീച്ചർ ആണെങ്കിലും ഒരു ഒരു ക്വസ്റ്റ്യന് ആൻസർ നോക്കുമ്പോൾ കീവേഡ്സ് ആണ് എന്ത് ചെയ്യുക എപ്പോഴും തപ്പി നോക്കുക. അപ്പോൾ നിങ്ങൾ കീവേഡ്സ്
ഏതൊരു ടോപ്പിക്കിന് ഏതൊരു ക്വസ്റ്റിന് ആൻസർ കൊടുക്കുമ്പോഴും കീവേഡ്സിൽ അണ്ടർലൈൻ ചെയ്യുക. അല്ലാണ്ട് സെന്റൻസ് മുഴുവൻ അണ്ടർലൈൻ ചെയ്യരുത്. പല കുട്ടികൾക്കും അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ സെന്റൻസ് മുഴുവൻ അണ്ടർലൈൻ ചെയ്യും. പല കുട്ടികളും ആവശ്യമില്ലാത്ത ഓരോ വേർഡ്സുകളൊക്കെ ഇങ്ങനെ ലൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയുള്ള കുറേ അനാവശ്യമായുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ സെന്റൻസുകളുടെ ഉള്ളിലും കുത്തി തിരക്കി വെക്കണ കാണാം. അതിനൊന്നല്ല റെലവൻസ്. എന്താണ് ആ കീവേഡ് എന്ന് പറയില്ലേ, അതാണ് നിങ്ങളുടെ മാർക്കിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ കീവേഡ് എല്ലാ ക്വസ്റ്റിനും ആൻസറിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അടിയിൽ ഒരു വര വരയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ മാർക്ക് വീഴുന്നുള്ളതാണ്. നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഇതിലൊരു വിട്ടുവീഴ്ച വരുത്തരുത്. അവർക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ തിയറിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും സ്റ്റെപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എസ്സേ ആണെങ്കിൽ, അതിപ്പോൾ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും സ്കീമിൽ ഉണ്ടാവില്ല അവർ വാല്യൂ ചെയ്യുന്ന. അപ്പോൾ അവിടെയും ഈ പറയുന്ന ചിലപ്പോൾ ഒരു 2.5 പുറത്തുള്ള എസ്സേക്ക് കൂടി ഒരു 3-4 സെൻറ്റൻസ് മാത്രമായിരിക്കും സ്കീമിൽ ഉണ്ടാവുക. അപ്പോൾ തിയറി ആണെങ്കിൽ നിങ്ങളുടെ മൊത്തം എഴുതിയ കാര്യങ്ങളൊന്നും അവർ വായിക്കില്ല. ഇൻട്രൊഡക്ഷനിൽ ആ കീവേഡുകൾ കൊടുക്കുക. ഈ പറയുന്ന ബോഡി പാർട്ട് എഴുതുന്ന സമയത്ത് ബോഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് വേണമെങ്കിൽ ഒരു 8 പോയിന്റ് ആണെങ്കിൽ 8 പോയിന്റ് ഒരു ബോക്സിൽ ഇട്ടിട്ട് പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എങ്കിൽ നിങ്ങളുടെ ആ ബോഡി പാർട്ടൊന്നും അവർ വായിച്ചു നോക്കില്ല. കൺക്ലൂഷനിലാണെങ്കിലും ഈ കീവേഡ് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ തിയറി നിങ്ങളുടെ എസ്സേക്ക് നിങ്ങൾക്ക് മാക്സിമം മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ. പ്രോബ്ലം ആണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും മിക്കതും ഫൈനൽ ആൻസർ ആണ് നോക്കുക. ആ സ്കീമിൽ ഫൈനൽ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ ആ ഡീറ്റെയിൽ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഫൈനൽ ആൻസർ ഉണ്ടെങ്കിൽ അത് ഒരു ബോക്സിൽ നിങ്ങൾ നിർബന്ധമായും കാണാൻ പാകത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക. എല്ലാ ടീച്ചേഴ്സും ഫൈനൽ ആൻസർ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ സ്റ്റെപ്പുകളിലോട്ട് പോവുക. അതാണ് അതിൻ്റെ ഒരു രീതി. ടീച്ചർമാരുടെ മനസ്സ് അങ്ങനെയാണ് പോവുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കും, അതിന് ശേഷമായിരിക്കും സ്റ്റെപ്പിലോട്ട് പോവുക. അപ്പോൾ ഫൈനൽ ആൻസർ ശരിയാണെങ്കിൽ മിക്ക ടീച്ചേഴ്സും ഫുൾ മാർക്ക് അവിടെ ഇട്ട് പോവും. മിക്കവരും, മെജോറിറ്റി ടീച്ചേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അതിനുശേഷം സ്റ്റെപ്പും നോക്കും. സ്റ്റെപ്പിൽ പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലാണ് അവിടെ മാർക്ക് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇത് തെറ്റി എങ്കിൽ, ഫൈനൽ ആൻസർ തെറ്റിയെങ്കിൽ സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ അതിൽ നിന്നെങ്കിലും നമുക്ക് നല്ല സ്കോർ കിട്ടണം. അതുകൊണ്ട് തന്നെ എന്ത് പ്രോബ്ലം ടൈപ്പ് ചോദ്യമാണെങ്കിലും സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എഴുതിയിരിക്കണം. അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിലും എല്ലാതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രോപ്പർ സ്റ്റെപ്പിലൂടെ പോകണം. ജേണൽ എൻട്രി ആണെങ്കിൽ അതുപോലെ തന്നെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾക്കും സ്റ്റെപ്പ് കൂടിയേ തീരൂ. ടീച്ചർക്ക് മനസ്സിലാവണം വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കുട്ടിക്ക് അറിയാം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ മിസ്റ്റേക്ക് വന്നാലും ഒരു 70 to 75% മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 60% മാർക്കെങ്കിലും ആ തെറ്റിയതിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എസ്സേ ഇപ്പോൾ 10 മാർക്കിൻ്റെ എസ്സേ ആണെങ്കിൽ ലാസ്റ്റ് ആൻസർ തെറ്റിയാലും നമുക്കൊരു 6-7 മാർക്കൊക്കെ വരെ നമുക്ക് കിട്ടാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവും നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ പ്രോബ്ലം ആണെങ്കിൽ നിർബന്ധമായും സ്റ്റെപ്പ് നന്നായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ തിയറിയുടെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യുക. നിങ്ങൾ എന്താണോ എഴുതാൻ പോകുന്നത് അതൊരു ബോക്സിൽ ഇട്ടിട്ട് പോയിന്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലത്തെ ബോഡി ഒന്നും ഒരു വായിച്ചു നോക്കില്ല. ദെൻ എപ്പോഴും ഞാൻ പറഞ്ഞു, വെറുതെ ബോക്സിലിട്ട് വെക്കില്ല, കറക്റ്റ് പോയിന്റുകളിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇതാണ് മൂന്നാമതായിട്ട് പറയാനുള്ള. ഇനി നാലാമത് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. പലരും ചോദിക്കാറുണ്ട് അടുത്ത് ഈ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രത്തോളം കോഴ്സസ് ക്ലിയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, എനിക്കറിയാം. ഇനി അത് വല്ലാണ്ട് നന്നാക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ആ കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എഴുതുന്നത് കുറച്ച് ലെജിബിൾ ആയിട്ട് എഴുതാൻ ശ്രമിക്കും ഞാൻ. എന്ന് വെച്ചാൽ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ കുറച്ച് വിട്ടിട്ട് എഴുതും. ലെജിബിലിറ്റി, മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും അവർക്ക് വല്ലാണ്ട് അവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി പ്രസന്റ് ചെയ്യുക. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന കീവേഡ്സ് ഒക്കെ ആണെങ്കിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും,
ആ വലിയ കുഴപ്പമില്ല എന്നുള്ളത് അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാം. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നല്ല സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കുന്ന കുട്ടികൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാണ്ട് ചിലപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യുക, അവരെ ടീച്ചർമാർ വെറുതെ വിടും. എപ്പോഴും പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി അവരിട്ടിട്ടടിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങളുടെ ഇംപ്രഷൻ എങ്ങനെയാണ് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഹോൾ മാർക്സ് പോവുക. എങ്ങനെയാണ് ടീച്ചർക്ക് സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ഇംപ്രഷൻ കിട്ടുന്നത്? നിങ്ങളുടെ ഫസ്റ്റ് 2 പേജിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഇംപ്രഷൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്യാണ്ട് പോവും. അറിയുന്നതാണ് അവന് ആള് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. അതാണ് ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്സ് അവിടെ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ എഴുതി വെച്ച് കുറേ സമയം പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യൽ മാത്രമല്ല, എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ മോർ ദാൻ നോളേജ് അതിനൊരു സ്കില്ലുണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയാൻ കാരണം, ഈ പേപ്പർ വാല്യൂ ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. അവരുടെ മൈൻഡ് സെറ്റ്, ദെൻ എല്ലാ ടീച്ചറുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ വാല്യൂ ചെയ്ത് അടുത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആകുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലോട്ട് പോകാൻ സാധിക്കും. അപ്പം ഞാനിത് പറയാൻ കാരണം, എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും പറയാണ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിലൊക്കെ പറയും, കുറച്ചേ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് വെച്ചിട്ട് പാസ്സാവാൻ പറ്റും. എങ്ങനെ പറ്റും? പ്രസൻറ്റേഷനൊക്കെ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.